നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023 UAE പ്രഖ്യാപിച്ച സുസ്ഥിരത വർഷാചരണം ഒരു വർഷം കൂടി ദീർഘിപ്പിച്ചു. ദേശീയ പരിസ്ഥിതി ദിനമായ ഞായറാഴ്ച പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഭാവി തലമുറയ്ക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ പ്രതിഫലനമായ സുസ്ഥിരത വർഷാചരണം 2024 കൂടി വ്യാപിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. അജ്മാൻ നഗരസഭ അൽസോറയിൽ ലോക തണ്ണീർത്തട ദിനം ആഘോഷിച്ചു. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയവും ഊർജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിലെ ജൈവ വൈവിധ്യ ജലജീവികളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അൽ ഹമദി, ഊർജ മന്ത്രാലയത്തിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അഫയേഴ്സ് ആൻഡ് ഫ്യൂച്ചർ എനർജി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ കബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് SKSSF സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക പരിപാടിയും SIC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ചതുർമാസ സംഘടനാ ശാക്തീകരണ ക്യാമ്പയിൻ സമാപനവും റിയാദ് ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ സമാപന സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ഉമർ ഫൈസി ചെക്കാരംപറമ്പ് പ്രസീഡിയം നിയന്ത്രിച്ചു. വർക്കിംഗ് സെക്രട്ടറി ഷമീർ പുത്തൂർ ക്യാമ്പയിൻ ഉപസംഹാരം നിർവഹിച്ചു. കൾച്ചറൽ ഫോറം പ്രാക്സിസ് 1.0 എന്ന തലക്കെട്ടിൽ പബ്ലിക് റിലേഷൻ ശില്പശാല സംഘടിപ്പിച്ചു. തെരഞ്ഞെടുത്ത പ്രവർത്തകർക്കായി നടന്ന പരിശീലന പരിപാടി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് R ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാദിഖ് ചെന്നാടൻ അധ്യക്ഷത വഹിച്ചു. കോളമിസ്റ്റും കൾച്ചറൽ ഫോറം മുൻ പ്രസിഡന്റുമായ ഡോക്ടർ താജ് ആലുവ, കൾച്ചറൽ ഫോറം സംസ്ഥാന സമിതി അംഗം റഷീദ് അഹമ്മദ്, റേഡിയോ മലയാളം ഡയറക്ടറും MDയുമായ അൻവർ ഹുസൈൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.